ഈ പൈ എന്ന് പറഞ്ഞാൽ എന്താ മുത്തശ്ശി? ഈ 3.14 എവിടുന്ന് വന്നു? എന്താ എന്റെ അപ്പുക്കുട്ടന് പറ്റിയേ? ഇങ്ങനെ എന്തിനാ കരയുന്നേ? എനിക്ക് ഈ വട്ടത്തിനെ പേടിയാണ്. ഈ പൈ എന്താ? എന്തിനാ? അതാണോ കാര്യം? വട്ടത്തിനെ പേടിയോ? വട്ടമൊരു മായാജാലമാണപ്പൂ. വരൂ, നമുക്കൊരു കളി കളിക്കാം. അപ്പു, ഈ 2 വട്ടങ്ങൾക്കും ഒരു രഹസ്യമുണ്ട്. നമുക്കതൊന്ന് അളന്നു നോക്കിയാലോ? കണ്ടോ അപ്പു, ഇതാണ് ഈ കുഞ്ഞുവട്ടത്തിന്റെ ചുറ്റളവ്. ഇതും നോക്കിക്കേ, ഇതാണ് അതിന്റെ വ്യാസം. മനസ്സിലായോ? മനസ്സിലായി. ഇനി നീ ഒരു കാര്യം ചെയ്യും, ഈ ചുറ്റളവിനെ വ്യാസം കൊണ്ട് ഭാഗിച്ചു നോക്ക്. മുത്തശ്ശി, ഇത് 3.14. ഇനി നമുക്ക് വലിയ വട്ടം അളന്നു നോക്കാം മുത്തശ്ശി. ഇത് 3.14. മുത്തശ്ശി, ഇത് അത്ഭുതമാണല്ലോ. കണ്ടോ അപ്പു, വട്ടം ചെറുതായാലും വലുതായാലും അതിന്റെ ചുറ്റളവിനെ വ്യാസം കൊണ്ട് ഭാഗിച്ചാൽ എപ്പോഴും ഒരേ സംഖ്യയെ കിട്ടൂ. ആ മാന്ത്രിക സംഖ്യയെയാണ് ലോകം പൈ എന്ന് വിളിക്കുന്നത്.